നമസ്കാരം. മുഖം നല്ല പ്രസൻറ്റബിളായിട്ടിരിക്കണം എന്നാഗ്രഹിക്കാത്തവർ വല്ലവരും ഉണ്ടോ? എല്ലാവർക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ഒരു നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം വരുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ മുഖത്ത് സന്തോഷം വരണമെങ്കിൽ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നമ്മൾ ഇന്ന് ഒരുങ്ങിയതൊക്കെ ശരിയായി, നല്ല ഭംഗിയുണ്ട് എന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ട് അല്ലേ? എല്ലാവർക്കും തോന്നാറുണ്ട്. നമ്മൾ ചില ദിവസം നമുക്ക് ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് തീരെ താല്പര്യം തോന്നത്തില്ല, ഒന്നും ശരിയായില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രസൻറ്റബിൾ ആവാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കുറച്ചൊരു എഫേർട്ട് ഇടണം, അതൊരു സംശയമില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും വളരെ റെഗുലറായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നമുക്കങ്ങനെ ഒരു നല്ലൊരു പ്രസൻറ്റബിൾ അപ്പിയറൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ആനുകാലിക കാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് എല്ലാവരും, ബോത്ത് ഫിസിക്കലി ആസ് വെൽ ആസ് മെൻ്റലി. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് കുറേ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ നമുക്ക് നേരിടുന്ന കാര്യങ്ങളെ നമ്മൾ സമീപന രീതിയാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെയും എവറിത്തിങ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചില സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഫോർ എ പ്രസൻറ്റബിൾ ഫേസ് എന്നുള്ളതാണ് എനിക്ക്. പ്രസൻറ്റബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു ഗ്ലോയിങ് ഫേസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചോദിക്കും, മാഡം അത്രയ്ക്ക് പ്രസൻറ്റബിൾ ആണോ? ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങോട്ട് തിരിച്ച് ഇപ്പോൾ പലരും ഓർക്കുന്നുണ്ടാവും. അത് ശരിയാണോ? മാഡം അത്രയ്ക്ക് ഭംഗിയാണോ? മാഡത്തിന് പ്രസൻറ്റബിൾ ആണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് കുറേ വയസ്സായി കുട്ടികളെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എൻ്റെ വയസ്സ് 70-71 വയസ്സായി. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചുകൂടെ, ഞാൻ ഒരു 10-40 വയസ്സിലുള്ളതിനേക്കാൾ പ്രസൻറ്റബിൾ ആണ് എന്ന് എനിക്ക് തന്നെ വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക്കാണ്, നമ്മൾ അലേർട്ടാണ്, ആക്റ്റീവാണ്, എപ്പോഴും നല്ല എന്താ പറയുക, നല്ല ഉന്മേഷത്തോടു കൂടി നടക്കാൻ പറ്റും. വി ക്യാൻ മെയിൻറ്റെയിൻ 24 hour എനർജി ലെവൽ ബൈ പ്രിവെൻറ്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആ ഡിസ്ട്രസ് ഫോർമുലയിൽ തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഡയറ്റിലാവട്ടെ ലൈഫ് സ്റ്റൈലിലാവട്ടെ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ആസ് ഫാർ ആസ് യുവർ ഗ്ലോയിങ് ഫേസ്, നമ്മളുടെ ഒരു ഇളക്കമാർന്ന ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ഫേസിന് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓരോ ദിവസവും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഏറ്റവും പ്രധാനമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ദാഹിക്കുന്ന സമയത്താണ് വെള്ളം കുടിക്കുന്നത് അല്ലേ? അതൊന്ന് ചേഞ്ച് ചെയ്യണം, കുറച്ചൊന്ന് ഒരു ചിട്ടയായിട്ട്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു മനുഷ്യന് നമുക്ക് ഏകദേശം ഒരു ശരാശരി മനുഷ്യന് ഏകദേശം ഒരു 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ അത് കുടിക്കുന്നതാവട്ടെ നമ്മൾ ദാഹിക്കുന്ന സമയത്തല്ല, അല്ലാതെ കുടിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമല്ല കുടിക്കേണ്ട, ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഒരു ശീലമാണ്. പക്ഷേ കിഡ്നി പേഷ്യൻസ് ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട്, ലേറ്റർ സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ് ഉള്ളവർ നന്നായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. എന്നാൽ അല്ലാതെയുള്ള എല്ലാവർക്കും തന്നെയും കിഡ്നിയുടെ രോഗങ്ങളൊന്നും ഇല്ലാത്തവർ, അതുപോലെ തന്നെ ലിവറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ, ആസിഡിറ്റീസ് ഒന്നും ഇല്ലാത്തവർക്ക് സാധാരണ മറ്റുള്ള ഏത് അസുഖത്തിനാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്നത് 2 ലിറ്റർ മുതൽ 3 ലിറ്റർ, ഒരു ആവറേജ് 2 to 3 ലിറ്റേഴ്സ് നമുക്ക് എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇൻ്റർവൽ ടൈമിൽ ഇടവിട്ട് കുടിക്കുക. ഒരു രാവിലെ ഒരു 6 മണി എണീക്കുന്ന സമയത്ത് ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അതല്ല എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഗ്ലോയിങ് ഫേസിന് വെള്ളത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ്?
കാരണം നമ്മുടെ ശരീരത്തിൽ 70 മുതൽ 80% വരെ വെള്ളമാണെന്നുള്ള പച്ച പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വെള്ളം കുറയുമ്പോൾ തീർച്ചയായും നമ്മളുടെ സ്കിന്ന്, നമ്മുടെ ത്വക്കില്ലേ, അത് ചുളുങ്ങും. കൂടുതലായിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി ഒട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ആ ഗ്ലോയിങ് ഫേസ് വരുമോ? വരത്തില്ല. അപ്പോൾ അത് വെള്ളം കുറവാണെന്നുള്ള ടെസ്റ്റ്, പാച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ ടെസ്റ്റ് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ സ്കിന്നില്ലേ, സ്കിന്നിങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് താഴെ പോകും. നല്ല ശരിക്കും നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോകും. അതല്ലെങ്കിൽ ഈ സ്കിൻ പതുക്കെ സാവധാനമേ പൂർവ്വസ്ഥിതിയിലേക്ക് പോവുള്ളൂ. അതിങ്ങനെ ഒരു ടെസ്റ്റാണ്, ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ മുഖത്തിന് തന്നെ ഒരു ഡ്രൈനെസ് ഉണ്ടായിരിക്കും. അവർക്ക് ഈ സ്കിന്നൊക്കെ ഇങ്ങനെ കുറച്ച് ചുളുങ്ങി ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും അപ്പോൾ വെള്ളം കുറവാണെന്നുള്ള ഒരു പ്രതീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ടെസ്റ്റുകളിൽ കൂടെ ആണ്. കൂടാതെ ഇവരുടെ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. മൂത്രത്തിന് ഭയങ്കരമായിട്ടൊരു ചുടിച്ചിൽ തോന്നും. അതുപോലെ തന്നെ ഒരു മഞ്ഞ നിറം അല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറം വരെ മൂത്രത്തിനുണ്ടാവും വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ. മൂത്രം ഒഴിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു നീറ്റൽ അല്ലെങ്കിൽ പുകച്ചിലൊക്കെ തോന്നും, പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ നിറവ്യത്യാസം, വെള്ള നിറത്തിന് പകരം ഒരു മഞ്ഞ നിറമോ കുറച്ചൊരു ഇളം ചുവപ്പ് കലർന്ന നിറമോ ആയിരിക്കും മൂത്രത്തിനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കാം, നമുക്ക് കുറവാണെന്നുള്ളതിൻ്റെ അളവ്. അപ്പോൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, നമുക്കൊരു ഗ്ലോയിങ് സ്കിൻ വരാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കൊളാജൻ ആണ്. സ്കിന്നിനടിയിലുള്ള കൊളാജൻ, അതാണ് നമുക്ക് ഏറ്റവും നല്ല ഭംഗി തരുന്നതും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സഹായിക്കുന്നത്. അപ്പോൾ കൊളാജൻ ഉൽപ്പാദനത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? നമ്പർ 1 ആയിട്ട് വൈറ്റമിൻ സി അത്യാവശ്യമാണ്, പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതോടൊപ്പം കുറേ വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഈ 3 വൈറ്റമിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടും? വൈറ്റമിൻ സി കിട്ടാനായിട്ട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തരം, എന്തിന് കൂടുതൽ പറയുന്നു, ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്കണോമിക്കലി അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 നല്ല നാടൻ നെല്ലിക്ക കഴിക്കാൻ നോക്കുക. വൈറ്റമിൻ സി ഇഷ്ടം പോലെ കിട്ടും. ഓറഞ്ചിനേക്കാൾ എത്ര ഇരട്ടിയാണ് അതിനകത്ത് വൈറ്റമിൻ സി ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നെല്ലിക്ക കഴിക്കാം. അല്ലാത്തവർക്ക് എന്തെല്ലാം വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിളുണ്ട്, പേരയ്ക്കയുണ്ട്. അതുപോലെ തന്നെ പേരയ്ക്ക എല്ലാവർക്കും കഴിക്കാവുന്നതാണ്, അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ് പേരയ്ക്ക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിള്, പപ്പായ എല്ലാം തന്നെയും വൈറ്റമിൻ സിയുടെ കലവറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ക്യാരറ്റ് ദിവസം കഴിച്ചാൽ മതി. ക്യാരറ്റ് ഏറ്റവും നല്ലോണം വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ അടുത്തത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്തായാലും ഈ സൂര്യപ്രകാശത്തിൽ കൂടെ കിട്ടുള്ളൂ. അത് ഇപ്പം തന്നെ സൂര്യപ്രകാശം കൊള്ളുന്നവർക്ക് പോലും വൈറ്റമിൻ ഡി കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. കൊറോണ അറ്റാക്കൊക്കെ വന്നേ പിന്നെ അത് നമ്മുടെ ലിവറിൽ അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ വൈറ്റമിൻ ഡി എല്ലാ ദിവസവും എന്നല്ല, ആഴ്ചയിൽ ഒരിക്കൽ 60,000 യൂണിറ്റ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതങ്ങനെ. പിന്നെ വൈറ്റമിൻ ഇ കിട്ടുന്നതിൻ്റെ സോഴ്സാണ് നമ്മളെ നട്ട്സും സീഡ്സും, അതോടൊപ്പം സ്പ്രൗട്ട്സ്, അതായത് പയറ്, കടല വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചെടുക്കുക. പിന്നെ ഇലക്കറികൾ, അതിനകത്ത് വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഒക്കെ ഉണ്ട്. മുരിങ്ങയില ഏറ്റവും നല്ലതാണ്. മുരിങ്ങയില എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ഭക്ഷണത്തിലും ഒരു പിടി മുരിങ്ങയില ഇടാൻ ശ്രമിക്കുക. ഒരു നെല്ലിക്ക ദിവസവും കഴിക്കുക. ഒരു എള്ളുണ്ട ദിവസവും കഴിക്കുക. അതുപോലെ ഒരു 2-3 ഈന്തപ്പഴം ദിവസവും കഴിക്കുക. ഒരുവിധം നമുക്ക് വീട്ടിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ ഇത്രയും മതിയാവും. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഒമേഗ-3 ഫാറ്റി ആസിഡ്. അത് ഏറ്റവും അത്യാവശ്യമാണ്. അതായത് സ്കിൻ ഗ്ലോയിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ്. ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും, നല്ല കൊളസ്ട്രോൾ. അപ്പോൾ ഈ ഒമേഗ-3 എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കുറേ സോഴ്സ് ഉണ്ട്. വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ സോയാബീൻ വരുന്നുണ്ട്, ബദാം വരുന്നുണ്ട്, ആൽമണ്ട്സ് വരുന്നുണ്ട്, വാൽനട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ വെജിറ്റേറിയൻസിന് എടുക്കാം. മഷ്റൂംസൊക്കെ എടുക്കാം. അതേസമയം നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. മീൻ, മത്തി, അയല, ചൂര, കീരിച്ചാള, കൊഴിയാള വർഗ്ഗങ്ങൾ, അതോടൊപ്പം
ചിക്കനുണ്ട്, മീറ്റുണ്ട്, എഗ്സ് ഉണ്ട്. ഇവയെല്ലാം തന്നെയും ഒമേഗ 3 കലവറകളാണ്. അപ്പോൾ അത് കഴിക്കുക. അതിൻ്റെ ചിട്ടയായിട്ട് അതെല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ വയറിനകത്തുള്ള പ്രോബയോട്ടിക്സ്, വയറിനകത്തുള്ള മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളിതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അതിനെയൊക്കെ ന്യൂട്രിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യാൻ ഏറ്റവും ആരാണ്? അത്യാവശ്യമായിട്ട് ജോലി ചെയ്യുന്ന ആരാണ്? നമ്മൾ മൈക്രോഫ്ലോറയാണ്. വയറിനകത്തിരിക്കുന്ന സൂക്ഷ്മാണുക്കളാണ്, നമ്മളുടെ കുടലിനകത്തിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ. അപ്പോൾ അതിനുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തേ പറ്റൂ. അതിനുള്ള ഭക്ഷണം എന്താണ്? പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പ്രീബയോട്ടിക്സ്, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ. അത് ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ അതിൽ നാരുകൾ വരും. എങ്കിൽ കൂടിയും അത് ഫെർമെൻറ്റഡ് ഫുഡ്സ് ആകുമ്പോൾ മാത്രമാണ് പ്രോബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിൽ ഇതിനുള്ള ഭക്ഷണമാവുന്നുള്ളൂ, മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാവുന്നുള്ളൂ പ്രോബയോട്ടിക്സ് ആകുമ്പോൾ. ആ പ്രോബയോട്ടിക്സ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ നമ്പർ 315 അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒക്കെ അത് ഇൻറ്റസ്റ്റൈനിലിരിക്കുന്ന മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോർക്രാറ്റും പിക്കിൾഡ് വെജിറ്റബിളും, ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്. ഈ ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് ആണ് മൈക്രോഫ്ലോറയുടെ ഭക്ഷണം. അപ്പോൾ അത് തീർച്ചയായും നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. അത് തയ്യാറാക്കി വെച്ചിട്ട് എല്ലാ ദിവസവും അത് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഒമേഗ 3 ആയി, നമ്മുടെ ഫെർമെൻറ്റഡ് വെജിറ്റബിൾ മൈക്രോഫ്ലോറയുടെ ഭക്ഷണമായി. ഇനി അടുത്തത് ഗ്ലൂട്ടാത്തയോൺ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഗ്ലൂട്ടാത്തയോൺ. ഈ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക്സ് ആണ് ഇതുവരെ പറഞ്ഞത്. വൈറ്റമിൻ സി വേണം, ഇ വേണം, ഡി വേണം, അതുപോലെ തന്നെ മൈക്രോഫ്ലോറയുടെ ഫുഡ് വേണം. ഗ്ലൂട്ടാത്തയോൺ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നറിയും? പ്രധാനമായിട്ട് ആ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയിൽ, ഈ ഇൻറ്റസ്റ്റൈനിൽ മൈക്രോഫ്ലോറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോഫ്ലോറയുടെ ഭക്ഷണം കൊടുക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ അയാൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദനത്തിന് വേണ്ടി മൈക്രോഫ്ലോറയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൊടുക്കുക. മൈക്രോഫ്ലോറ അത് തയ്യാറാക്കിക്കോളും. അപ്പം ഗ്ലൂട്ടാത്തയോണിന് വേണ്ടി എന്തൊക്കെ നമ്മൾ കൊടുക്കണം? ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദനത്തിന് ഇനി അഡീഷണലായിട്ട് വേണ്ടത് ചില ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അതറിയാമോ? അതിലേറ്റവും പ്രധാനമാണ് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി. അതിനകത്തൊക്കെ വളരെയധികം ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, നമ്മളുടെ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ഇവയ്ക്കകത്തൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാത്തയോണിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും കുറേ കൂടുതൽ ഫ്രൂട്ട്സും കൂടെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവക്കാഡോ ഏറ്റവും നല്ലതാണ്. അവക്കാഡോ എന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ടാണ്. അത് കിട്ടും, മാർക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് അങ്ങനെയുള്ള എടുക്കാം. കൂടാതെ നമ്മുടെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇവയ്ക്കകത്തൊക്കെ ഗ്ലൂട്ടാത്തയോൺ ആവശ്യമായ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പ്രോട്ടീൻ ധാരാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നോൺ വെജ് പ്രിപ്പറേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് ബദാമും വാൽനട്ട്സും പൾസസും ഒക്കെ, സ്പ്രൗട്ട്സും ഒക്കെ ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ ഇത്രയും ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണക്രമം, ഗ്ലോയിങ് സ്കിന്നിന് ആവശ്യമായൊരു ഭക്ഷണക്രമം. ഇനി അടുത്തത് നമ്മൾ പ്രോപ്പർ എക്സസൈസാണ്. എല്ലാ ദിവസവും ചിട്ടയായിട്ടുള്ളൊരു എക്സസൈസ് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആയാൽ ഏറ്റവും നല്ലത്. കുറച്ച് സമയത്തിനുള്ളിൽ നല്ല അമിതമായിട്ടുള്ള സ്പീഡിൽ ഓടുക, അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ് ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ അരമണിക്കൂറെങ്കിലും നല്ല വിയർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ബോഡി ഒരു ടോട്ടൽ ക്ലെൻസിങ്, ഡിറ്റോക്സിഫിക്കേഷനാണ് വരുന്നത്. അവിടെ ബോഡിക്കകത്തുള്ള അഴുക്കുകളൊക്കെ വെളിയിൽ പോകും. അതാണ്. എന്നിട്ട് HDL, അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം എക്സസൈസിൻ്റെ സമയത്തുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മളെ പ്രാണായാമവും കപാൽഭാതിയും. ഇവയൊക്കെ വളരെയധികം ഗ്ലോയിങ് സ്കിന്നിന് ആവശ്യമായ ആസനങ്ങൾ. അതായത് ഇങ്ങനെയുള്ള ക്രിയകൾ വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഓക്സിജൻ കൂടുതലായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലും കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്വസന പ്രക്രിയയാണ് ഈ പ്രാണായാമവും അതുപോലെ കപാൽഭാതിയും. ഇത് രണ്ടും റെഗുലറായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഓരോ കോശത്തിലും ഇരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാനും ഓക്സിജൻ കൂടുതൽ കയറുമ്പം നല്ല കൂടുതലായിട്ട്
വൃത്തിയാവുകയാണ്, ആ കോശം വൃത്തിയാവുകയാണ്. അപ്പം അത്രയും ഗ്ലോയിങ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ സ്ലീപ്പ്, ഉറക്കം ഏറ്റവും പ്രധാനമാണ്. ഉറങ്ങുന്ന സമയത്താണ് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയുടെ എല്ലാ കോശങ്ങളും റീജുവനേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പുതിയ രീതിയിലേക്ക് നമ്മുടെ കോശങ്ങൾ വളരുകയും അതുപോലെ തന്നെ അത് പഴയവ ചീത്തയായതോ നശിക്കുകയും നല്ല കോശങ്ങൾ വരികയും ചെയ്യുന്നത് ഈ ഉറക്കത്തിൻ്റെ ആ പ്രക്രിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായും നിങ്ങൾ 7-8 മണിക്കൂർ മിനിമം ഉറങ്ങണമെന്നാണ്. അത് കറക്റ്റായിട്ട് ആ സമയം ഒരു രാത്രി ഒരു 10 മുതൽ പിറ്റേ ദിവസം ഒരു 6 മണി വരെ ഉറങ്ങുന്ന അത് നല്ലൊരു സമയമാണ്. അങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്ട്രെസ് ഫ്രീ ലൈഫ് ഏറ്റവും പ്രധാനം. അവിടെ ഈ പറയുന്ന മെഡിറ്റേഷനും റിലാക്സേഷനും ഒക്കെ സ്ട്രെസ് ഫ്രീ ലൈഫിന് ഏറ്റവും സഹായിക്കുന്നതാണ്. ആ ഒരു രീതിയിലേക്കുള്ള ഒരു നല്ല അപ്രോച്ച് എപ്പോഴും എന്താ പറയുക, സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് വേണ്ടത് നമുക്ക്. ഇപ്പം ഈ ഇത്രയും കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ഗ്ലോയിങ് സ്കിൻ മാത്രമല്ല, നിങ്ങൾക്ക് യു ക്യാൻ ലീഡ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും സൗന്ദര്യവും കിട്ടുന്ന ഒരു ചികിത്സാ പ്രക്രിയ ഈ ഒരു 5-6 സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് പോസിബിൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.